അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സാറേ, ഒരു കമന്റിന്റെ പ്രോഗ്രാം നടക്കുന്നില്ലേ? അതെ. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആർക്കാണ് അതിന്റെ ആവശ്യം? കമൈൻ ഫൗണ്ടേഷൻ എന്നുള്ളത് പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ പല പ്രയാസങ്ങൾ. ചില സമയത്ത് അമിതമായി ദേഷ്യം വരിക, അല്ലെങ്കിൽ അമിതമായ സങ്കടം വരിക, അല്ലെങ്കിൽ ആവശ്യത്തിലധികം ഭയം വരിക. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇമോഷണലായിട്ട് വളരെ പ്രയാസമുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുക. അപ്പോൾ ഈ പെരുമാറ്റം കൊണ്ട് എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ, ഇപ്പോൾ ഒരു കുടുംബജീവിതമാണെങ്കിൽ സാധാരണ ദേഷ്യം പിടിച്ച് ആ ദേഷ്യം ഒഴിവാക്കി പോകേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ, പക്ഷേ ഈ ദേഷ്യം പിടിക്കുന്നതിന് അളവില്ലാതെ കൂടി പോകുന്നു. എന്നിട്ട് ചില അപ്രസക്തമായ പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് യോജിക്കാത്ത പെരുമാറ്റങ്ങൾ പെരുമാറുന്നു. നമ്മൾ ആരെയാണോ ബഹുമാനിക്കുന്നത് അവരെ ബഹുമാനിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ സങ്കടമാണെങ്കിൽ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഇങ്ങനെ ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു മനസ്സമാധാനം കൈവരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ, മനസ്സെങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് ദേഷ്യം പിടിച്ചു, അവിടെ ദേഷ്യം പിടിക്കാതെ ആ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ അമിതമായ സങ്കടം കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ആ സങ്കടം അയാളുടെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, അപ്പോൾ ജോലിയിൽ ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ സാധാരണക്കാർ പെരുമാറുന്നതിനേക്കാൾ വളരെ അധികം ദേഷ്യം പിടിച്ചിട്ടോ, അല്ലെങ്കിൽ വളരെയധികം പൊട്ടിത്തെറിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉറക്കനെ ഒച്ച വെച്ച് കരഞ്ഞുകൊണ്ടോ, ഇനി ഒച്ച വെച്ച് കരയുന്നില്ലെങ്കിലും അപ്രതീക്ഷിതമായി പെട്ടെന്ന് കണ്ണിന്നങ്ങനെ വെള്ളം തുളുമ്പിക്കുന്ന അവസ്ഥയൊക്കെ പൊതുവേ ഒരു നല്ല ഒരു പെരുമാറ്റത്തിൻ്റെ രീതിയല്ല. അപ്പോൾ ഇത്തരം പെരുമാറ്റങ്ങൾ പലരുടെയും ജീവിതം വല്ലാതെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷൻസിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളത് പഠിച്ചാൽ, അയാൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമിതമായി ദേഷ്യം പിടിക്കാതെ, അമിതമായി പൊട്ടിത്തെറിക്കാതെ, അല്ലെങ്കിൽ അവരവരെ വികാരങ്ങൾ വളരെ വികൃതമായി പ്രകടിപ്പിക്കാതെ, ഓരോ സാഹചര്യത്തിനും യോജിച്ച രൂപത്തിൽ അവനവന് പെരുമാറുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ രീതിയിൽ പെരുമാറാൻ സാധിക്കുക എന്നുള്ളതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് ധാരാളം പ്രശ്നങ്ങളുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ, അവർ തമ്മിൽ അകൽച്ചയ്ക്കുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഒരു കമ്പനി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവർ വലിയ കമ്പനിയൊക്കെ ആയിരിക്കും, പക്ഷേ ഒരുപക്ഷെ വലിയ പോസ്റ്റിലിരിക്കുന്ന ഓഫീസറൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ബിഹേവിയർ, ഈ ഒരു പെരുമാറ്റത്തിൻ്റെ കുഴപ്പം കൊണ്ട് പലപ്പോഴും നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിയാതെ അത് പലപ്പോഴും തലവേദനയായിക്കൊണ്ടോ, അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥയായിക്കൊണ്ടോ, അല്ലെങ്കിൽ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളായിക്കൊണ്ടോ അത് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രയാസങ്ങളെ മനസ്സിൻ്റെ പ്രവർത്തനം കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട്, അത് പഠിച്ചുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളെയൊക്കെ തന്നെ വളരെ സമാധാനപൂർവ്വം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഈ ഒരു ക്ലാസ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അങ്ങനെയാണോ? അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പൊതുവേ സ്ത്രീകൾ പൊതുവേ ഈ ഒരു സ്വഭാവം സ്ത്രീകളിലാണ് കൂടുതലായിട്ടെന്നാണ് പൊതുവെ ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ചില കാരണങ്ങൾ കൊണ്ട് പുരുഷന്മാർക്കും ഇതുപോലെ പെരുമാറ്റം ഉണ്ടാവാറുണ്ട്. പൊതുവെ ആളുകൾ ഇത് സ്ത്രീകൾക്കാണ് കൂടുതലുള്ളതെന്ന് പറയാറുണ്ട്. ഇപ്പം തൈറോയ്ഡ് പോലുള്ള രോഗങ്ങളോ, അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള രോഗങ്ങളോ, അല്ലെങ്കിൽ മാസമുറ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സ്ത്രീകൾ ഉണ്ടാകാറുണ്ട്, സത്യമാണ്. പക്ഷേ ഒരിക്കലും മനസ്സ് സ്ത്രീകൾക്ക് മാത്രമല്ലുള്ളത്. മനസ്സ് പുരുഷന്മാർക്കുണ്ടല്ലോ, കുട്ടികൾക്കുണ്ടല്ലോ, എല്ലാ പ്രായക്കാർക്കുണ്ടല്ലോ. പക്ഷെ എല്ലാ പ്രായക്കാർക്കും മനസ്സുണ്ടെങ്കിലും സ്ത്രീകളുടെ ഈ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസരിച്ച് മാസമുറ സമയത്തും അതുപോലെ മറ്റ് പല ഘട്ടങ്ങളിലും ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇത്തരം സ്ത്രീകൾക്കുണ്ടെന്ന് പറയപ്പെടാറുണ്ടെങ്കിലും ഒരിക്കലും ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള വിഷയമല്ല. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഹോം സിക്നെസ് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഹോം സിക്നെസ്സും ഇതുപോലത്തെ ഒരു വിഷയമാണ്. അതേപോലെ എന്താ പറയുക, അകാരണമായ ഭയം, ഒരു കാരണമല്ല, വെറുതെ ഭയം. അതേപോലെ അകാരണമായ ദേഷ്യം, ഇങ്ങനെ ഒരുപാട് ഒരു വലിയൊരു ഏരിയയാണിത്. അപ്പോൾ ഈ സംഗതിയൊക്കെ തന്നെ ഇന്ന് ജനങ്ങൾക്കുണ്ടെങ്കിലും ജനങ്ങൾ ഇതിനെ സൈക്കാട്രിക് ഡ്രഗ് കഴിക്കുക ചെയ്യുന്നത്, മരുന്ന് കഴിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ലാത്തതിന് ഉറക്കുഗുളിക കഴിക്കുക ചെയ്യുന്നത്. ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നതല്ല അതിൻ്റെ പരിഹാരം. അതിന് ശരിയായ പരിഹാരം ഇത്തരം സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പഠിക്കുകയും, മനസ്സിങ്ങനെ പ്രവർത്തിക്കാൻ എന്താണ് കാരണം തിരിച്ചറിയുകയും, അതിനെങ്ങനെ നമുക്ക് എങ്ങനെ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയും, അതിനെങ്ങനെ നമുക്ക്
നമ്മൾ ആവശ്യപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യം ആവശ്യപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും അവർ ആഗ്രഹിക്കുന്ന പോലെ എങ്ങനെ പെരുമാറാൻ കഴിയുമെന്ന് പഠിക്കുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് ഇതൊരിക്കലും സ്ത്രീകൾക്കുള്ള പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രം പ്രശ്നമാണെന്ന് പറയാൻ കഴിയില്ല. എല്ലാ പ്രായക്കാർക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതായാലും ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആളുകൾ അവലംബിക്കുന്ന പരിഹാര മാർഗ്ഗങ്ങൾ പലപ്പോഴും ഈ കൗൺസിലിംഗ് പോലുള്ള സംഗതിയൊക്കെ പോകുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസമായിട്ട് കാണാൻ കഴിയുന്നത്, ഒരു പെർമനന്റ് സൊല്യൂഷൻ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ ഇത്തരം പ്രവണതകളെ കൃത്യമായി നിരീക്ഷിക്കുകയും ആ പ്രവണതകളെ എങ്ങനെ നമ്മൾക്ക് യോജിച്ച രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മളെ സാഹചര്യം ആവശ്യപ്പെടുന്ന രൂപത്തിൽ എങ്ങനെ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നു ഇത് ശരിക്കും ഒരാൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ദേഷ്യം വരും. പക്ഷെ ആ ദേഷ്യം ഒരിക്കലും അയാൾ എന്താക്കൂല, ഒരു വല്ലാതൊരു പ്രകോപനമുള്ള ഒരു വ്യക്തിത്വമല്ലാത്ത ആ ദേഷ്യത്തിനെ അയാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ദേഷ്യം പിടിക്കും മനുഷ്യന്, അല്ലെങ്കിൽ സങ്കടം വരും മനുഷ്യന്, അല്ലെങ്കിൽ ഭയം വരും മനുഷ്യന്. ഇതൊക്കെ വരുമെങ്കിലും അത് അയാളെ ജീവിതം തന്നെ താറുമാറാക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇപ്പം കൊല്ലത്ത് ഓഗസ്റ്റ് 9 ശനിയാഴ്ചയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. റോട്ടറി ക്ലബ്ബിൽ ഈ പ്രോഗ്രാം നടക്കുന്നത്. രാവിലെ 9:30 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഇതിന് 4 മണിയുള്ള ഒരു ഫുൾ ഡേ സെഷൻ കൊണ്ട് ഇത് ഒരാളെ പഠിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് മുമ്പ് 2 സെഷൻ കഴിഞ്ഞു. ആ സെഷൻസൊക്കെ തന്നെ പങ്കെടുത്ത ആളുകൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പങ്കെടുത്ത ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രകടമായ മാറ്റം വലിയ സന്തോഷത്തോടെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏതായാലും ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾ ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇതേപോലെ മാനസിക സംഘർഷങ്ങൾ കൊണ്ട് അസ്വസ്ഥപ്പെടുന്നവരാണെങ്കിൽ, അമിതമായ നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യവും, അല്ലെങ്കിൽ കടിച്ചു പിടിക്കാൻ കഴിയാത്ത സങ്കടങ്ങളും, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന പെരുമാറ്റവും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയം വല്ലാതെ നിങ്ങളെ ജീവിതം തന്നെ താറുമാറാക്കുന്ന സ്വഭാവത്തിൽ നിങ്ങളെ നിഷ്ക്രിയമാക്കുന്ന അവസ്ഥയിലേക്ക് ഭയം നിങ്ങളെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ, ഈ അസ്വസ്ഥതകളൊക്കെ പരിപൂർണമായി മാറ്റി നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് നല്ല രീതിയിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ ഒരു അറിവ് നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു അറിവാണ് കാം മൈൻഡ് ഫൗണ്ടേഷൻ ഇവിടെ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഈ ഒരു അവസരം ആവശ്യക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ ഈ വീഡിയോ കാണുന്ന ആളുകൾ അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.